ഇന്നത്തെ വ്ളോഗിൽ അയിനൂട്ടിയുടെ 4th ബർത്ത്ഡേ ഞങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത്, മോൾക്ക് കിട്ടിയ സർപ്രൈസുകൾ എന്തൊക്കെയാണ്, അവളുടെ അംഗനവാടിയിലെ ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ, ഒപ്പം അമ്മ എന്ന നിലയിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകൾ എല്ലാമാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. വ്ളോഗ് കണ്ടിട്ട് എല്ലാവരും മോൾക്ക് വിഷ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ അവളെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ അംഗനവാടിയിൽ സെലിബ്രേഷൻ നടത്തിയത് കേട്ടോ. നമ്മൾ രാത്രിയാണ് നമ്മളുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര നിർബന്ധമായിരുന്നേ അംഗനവാടിയിൽ പോയിട്ട് എല്ലാവരുടെയും കൂടെ കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കേക്ക് വാങ്ങി അവളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് കൊണ്ടുപോയി. ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതാ ടീച്ചർ കേക്കൊക്കെ എടുത്ത് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും അയിനൂട്ടിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ അയിനൂട്ടി, അതായത് അവളുടെ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റത്തെ ബർത്ത്ഡേ അവളുടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആൾക്ക് ഭയങ്കര സങ്കടമാണ്. ഓരോരുത്തരുടെ ബർത്ത്ഡേ കഴിയുമ്പോൾ എപ്പോഴാണ് അമ്മ എൻ്റെ ബർത്ത്ഡേ എന്ന് എന്നോട് എപ്പോഴും ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അയിനൂട്ടി ഒരുപാട് കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ആദ്യത്തെ പീസ് ടീച്ചർ അവൾക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ടീച്ചർ അവൾക്കൊരു ഉമ്മ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണല്ലോ ശരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു പ്രൈസ്ലെസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇതാണ് അവളുടെ ആൻറ്റി. അപ്പോൾ ആൻറ്റി ഇതുപോലെ തന്നെ അയിനൂട്ടിക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം ആൻറ്റിയുടെ വകയും ഒരു ഉമ്മ കിട്ടിയിട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും കറക്റ്റ് ഓരോന്നേ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അറിയില്ല ഇതുവരെ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്യലോ അല്ലെങ്കിൽ മിഠായി കൊടുക്കലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവളുടെ. അപ്പോൾ അതുകൊണ്ടിട്ട് അറിയില്ല എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോരുത്തർക്കും മിഠായിയൊക്കെ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ആൻറ്റി കേക്കൊക്കെ എല്ലാവർക്കും പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളായതുകൊണ്ടിട്ട് അവർക്ക് പ്ലേറ്റിലൊക്കെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ മുഴുവനും ആകെ വൃത്തികേടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആൻറ്റി കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയറിലൊക്കെ ഇരുന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അവർ ഫുഡ് കഴിക്കുന്ന പാത്രത്തിലൊക്കെ തന്നെ കേക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇവർ ഇത്രയും നല്ലൊരു എന്താ പറയുക, ഒരു എല്ലാ തരത്തിലുള്ള ഡിസിപ്ലിനും കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി നേരെ നമ്മളുടെ വീട്ടിലേക്കാണ്. 4th ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഗ്രാൻഡ് ആക്കുന്നില്ല, എങ്കിലും ഒരു ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാത്രിയാണ്, ഒരു ജോലിക്കാരൊക്കെ ഉള്ളത് കൊണ്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും റിലേറ്റീവ്സൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രാത്രിയാണ് നമ്മൾ സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം വന്നിട്ട് എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ജോലി ചെയ്യാന്ന് പറയുന്നത് അത് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ കറക്റ്റ് അവർ പറഞ്ഞതിന് തൊട്ട് മുന്നേ തന്നെ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ എടുത്ത് ഞാനൊന്ന് അകത്തേക്ക് വെക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് അനിയനും വൈഫും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നു. വീട്ടിൽ ചെറിയ രീതിയിൽ, ഒരുപാടൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അയിനൂട്ടി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ്. ബലൂണൊക്കെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ്. വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി കാണാവേ. അങ്ങനെ ഓരോ ഫാമിലീസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രശ്നമായി. കാരണം മഴ ഉണ്ടാവില്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായി നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്തിരി ലോങ് ആയതുകൊണ്ടിട്ട് എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ നിന്നിട്ടാണ് പോവാറ്. അപ്പോൾ എല്ലാവരും വന്നു. ഇനി ഇവർക്കുള്ള ചായയും സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഓരോരോ മുറികളിലായിട്ട് അവരവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ അനിയത്തിയുടെ കുട്ടിയാണ്. അപ്പോൾ അവൾ എല്ലാവരും പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഒരു ഓളമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇനി കേക്ക് കട്ടിങ്ങിന് വെയിറ്റ് ചെയ്യുകയാണേ.
അപ്പോൾ അതാ പിള്ളേരൊക്കെ നല്ല കളിയിലാണ്. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സൊന്നും ആരോടും ഇപ്പം മാറണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ചായയൊക്കെ കുടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ പഴംപൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴംപൊരിയും അതുപോലെ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവർ ഏകദേശം അടുത്തെത്തിയപ്പോൾ തന്നെ ഞാൻ ചായയൊക്കെ വെച്ചായിരുന്നേ. അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും പഴംപൊരിയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല മഴയത്ത് ചായയും പഴംപൊരിയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേക്കും അതുപോലെ മിഠായിയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഏകദേശം ഒരു 8 മണിയുടെയൊക്കെ ഒരു സമയമായിട്ടോ ഇവരെല്ലാവരും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ നമ്മൾ അയിനൂട്ടീനെ പുതിയ ഉടുപ്പൊക്കെ ഇടിക്കുകയാണ്. അപ്പോൾ അയിനൂട്ടി മേക്കപ്പിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. ഞാനിത് ഇവിടെ അടുത്തുനിന്ന് തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അമ്മ കേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. ബ്ലാക്ക് ഫോറസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. 1 kg ബ്ലാക്ക് ഫോറസ്റ്റാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി കട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനോട്ട് മെഴുകുതിരിയൊക്കെ ഊതി കേക്കൊക്കെ കട്ട് ചെയ്തേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ പറയേ. പക്ഷെ കേക്കിൻ്റെ ഫ്രണ്ടിലെത്തിക്കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഭയങ്കര മടിയാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ അപ്പോസ് പക്ഷേ കുറേ നേരമായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി അവൻ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ അവൾക്ക് കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് കേക്ക് വായിൽ വെച്ച് തരണം എന്നൊന്നും ആൾക്ക് അത്രയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി. അവൾ ഞങ്ങൾക്ക് കേക്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് അവൾ തന്നു കേട്ടോ വായിൽ വെച്ചിട്ട്. അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്താണ്. പക്ഷെ അവൾ എനിക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനും കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ ആ സമയത്ത്. നമ്മളൊട്ടും പ്രതീക്ഷയില്ല അവളങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും വന്ന് അയിനൂട്ടിക്ക് കേക്ക് കൊടുക്കുകയാണ്. എൻ്റെ അമ്മയും അപ്പയും അതുപോലെ ഹസ്ബൻഡിൻ്റെയും എല്ലാവരും വന്നിട്ട് അയിനൂട്ടിക്ക് വായിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രയും നാളെ കേക്കൊക്കെ അങ്ങനെ നമ്മൾ ബർത്ത്ഡേക്ക് കട്ട് ചെയ്താൽ പോലും അവൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുള്ളൂ. ആൾക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ കേക്കൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് ഇഷ്ടമല്ല ആൾക്ക്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവൾ ആ കേക്കിൽ തൊടില്ല. പക്ഷെ എന്തോ ഈ പ്രാവശ്യം പതിവ് തെറ്റിച്ചു. കാരണം 1-2 പീസൊക്കെ ആൾ കഴിച്ചേട്ടോ. എല്ലാവരും കഴിക്കുന്നത് കൊണ്ടിട്ട് 1-2 പീസൊക്കെ അവൾ കഴിച്ചേ. അനിയത്തിയുടെ വക ഗിഫ്റ്റ് കൊടുത്തതാണ് അവൾ. അതിൽ ബാഗും സ്കൂൾ ബാഗും സ്നാക്സ് ബോക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂട് ചിക്കൻ ബിരിയാണി നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യിച്ചത് കേട്ടോ. ദമ്മ് ചെയ്യിപ്പിച്ചില്ലായിരുന്നു. ദമ്മ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ട്രാവൽ വ്ളോഗിൽ നമ്മൾ കഴിച്ചത് കൊണ്ടിട്ട് ദമ്മ് ഇട്ടില്ല. അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കറി വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി അച്ചാറാണ്, വടുകപ്പുളി അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ റൈസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ അതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. നല്ല നീളൻ ബസ്മതി അരി ആയിരുന്നേ. ഒന്നിനോടൊന്നൊട്ടാതെ നെയ്യിലിങ്ങനെ മുങ്ങി തിളങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ കറിയുടെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുള്ള കോഴി കഷ്ണങ്ങളായിരുന്നേ. ഒരു പിടി നമ്മളെടുത്ത് വായിൽ വെച്ചാലുണ്ടല്ലോ ആ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ മസാലയും എല്ലാം കൂടി ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ സലാഡും നാരങ്ങാച്ചാറും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. കുറേ നേരം സംസാരിച്ച് TV ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങി.
അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടോ, ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി, കടലക്കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി, പുട്ട് ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആണല്ലോ, ബിരിയാണിയുടെ കൂടെ കറി സെപ്പറേറ്റ് ആയതുകൊണ്ടിട്ട് പുട്ടിൻ്റെ കൂടെ എല്ലാവരും നമ്മുടെ ഈ ചിക്കൻ കറിയും കൂടി എടുത്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പുട്ടും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഈ കടലയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു, അതിനുശേഷം ഞങ്ങളും കഴിച്ചു കേട്ടോ. എല്ലാവരും കൂടി കുറേ നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബോറടി ഞങ്ങൾക്കും വന്നിട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് എല്ലാവരും കൂടി റെഡിയാവുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് പിറവം. അപ്പോൾ പിറവത്തുള്ള ഒരു വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് വേറൊന്നല്ല, അരീക്കൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അരീക്കൽ വാട്ടർഫോൾസ് എന്ന് പറയും. അപ്പോൾ മഴക്കാലത്ത് മാത്രം സജീവമാവുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇത് പോകുന്ന വഴി നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു ചെറിയൊരു പുഴയാണ്. അപ്പോൾ കറക്റ്റ് അവിടെ വണ്ടി നിർത്തിയപ്പോൾ നന്നായിട്ട് മഴ ചാറാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ നല്ല മഴക്കാറും ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ മഴക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പിറവത്തിനോട് അടുക്കുമ്പോഴത്തേനും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടല്ലോ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ, ഒരു എത്ര മീനെ പിടിച്ചു, മീനെ വല്ലതും കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് അവരുടെ അടുത്തോട്ട് പോയിട്ടോ. അപ്പോൾ ഇവിടെ ഇത്ര വലിയൊരു പുഴയായതുകൊണ്ടിട്ട് നല്ല നല്ല വലിയ വലിയ മീനുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിക്കാമെന്നൊക്കെ വിചാരിച്ച് ചെന്നതാണ്. പക്ഷെ അപ്പോഴത്തേനും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ തിരിച്ച് കാറിലോട്ട് കയറിയേ. അരീക്കൽ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലത്താണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം കൂടുതൽ സജീവമാവുന്നത്. അപ്പോൾ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നല്ല ശരിക്കും പാല് പോലെ ഒഴുകി വരുന്ന ഒരു കാഴ്ച ശരിക്കും നമുക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ്. വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ കാടിൻ്റെ നടുവിൽ ഒരു എന്താ പറയുക, നമുക്ക് ശരിക്കും നമ്മുടെ നേച്ചറുമായിട്ട് കുറച്ചും കൂടി കൂടുതൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമായിട്ടാണ് അരീക്കൽ വാട്ടർഫോൾസ് പറയാൻ പറ്റുക കേട്ടോ. അതുമാത്രമല്ല നമുക്ക് ഫാമിലി ആയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും നമുക്കിവിടെ പറ്റും കേട്ടോ. അതായത് നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന, എന്നാൽ ഒരുപാട് ദൂരമൊന്നും ഇല്ലാത്ത വളരെ ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം കേട്ടോ. ഫാമിലിയായിട്ട് നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഞങ്ങൾ വന്ന സമയം പക്ഷെ അത്ര ആപ്റ്റായിട്ടുള്ളൊരു ടൈം അല്ലായിരുന്നു കേട്ടോ. വളരെ വെള്ളം കുറവായിരുന്നു. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും വെള്ളം നന്നേ കുറവായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കളർ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ അടിയിൽ നിറയെ ചരലാണ്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ ചരലുള്ളതുകൊണ്ടിട്ട് ഈ വെള്ളം വന്ന് വീഴുമ്പോൾ ആ ചരലിൻ്റെ കളറാണ് കേട്ടോ ഇതിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ പോയൊക്കെ തിരിച്ചു വന്നു. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ പിള്ളേർ പിന്നെയും പതിവ് പോലെ തന്നെ കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ടിട്ട് കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീടിൻ്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാതെ ഇവരുടെ കളിയൊക്കെ എൻജോയ് ചെയ്ത് പുറത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർ പോകാൻ വേണ്ടി റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറേ നേരം പുറത്തിരുന്ന് തന്നെ സംസാരിച്ച് എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പീസ് ചക്ക കിട്ടി കേട്ടോ. അപ്പോൾ ചക്കയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചക്ക കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കഴിക്കാതെ വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ അപ്പയും അമ്മയും കൂടി തന്നെ, എനിക്ക് മടിയായതുകൊണ്ടിട്ട് ഞാൻ അതിൽ ഒന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടി തന്നെ ചക്കയൊക്കെ കട്ട് ചെയ്തിട്ടോ. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നത്. അവിടെ കുറച്ച് ചക്ക അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ ആൾക്കാരുള്ളതുകൊണ്ട് വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കേണ്ട താമസം എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അപ്പയ്ക്കും എല്ലാവർക്കും, അതുപോലെ ചേട്ടൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അങ്ങനെ വേഗം പോയി നമ്മൾ ചക്ക എടുക്കാനായിട്ട് അവർ വീട്ടിൽ 4 ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ചക്ക അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വന്ന് താമസിക്കുന്നതുകൊണ്ട്
അവർക്കൊക്കെ അറിയാം നമുക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണെന്നേ. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ ചക്ക സീസൺ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചക്ക കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നെട്ടൂരായിരിക്കുമ്പോൾ അവിടെ ഇതുപോലെ പ്ലാവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചക്ക കിട്ടൽ വളരെ കുറവാണ്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചക്കയും കപ്പയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ചക്കക്കൊതിയനാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, നമ്മൾ കാറിൽ നേരെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വീട്ടിൽ പോകുമ്പോൾ ഓരോ ഫാമിലിക്ക് ഓരോ ചക്ക വെച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡും അനിയനും കൂടിയിട്ട് ചക്ക എടുത്തു കേട്ടോ. അപ്പോൾ അമ്മയും അനിയത്തിയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ കൂടെ ആ വീട്ടിൽ, അപ്പോൾ ചക്ക വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചക്കയൊക്കെ വാങ്ങി കാറിലേക്ക് എടുത്ത് വെക്കുവാണേ. ഓരോ വ്ളോഗും ഓരോ ഓർമ്മകളാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ വീഡിയോസിലും കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫ്രണ്ട്സ്.